ആതുര സേവനത്തിൽ ഇതിഹാസ സമാനമായ ഫസ്റ്റ് ഇന്നിംഗ്സ് പൂർത്തിയാക്കി ഡോക്ടർ എൻ മുരളി ഇപ്പോൾ മധുരം നിറഞ്ഞ സെക്കൻഡ് ഇന്നിംഗ്സിലാണ്. പണ്ട് ബോളിവുഡ് താരങ്ങളെപ്പോലെ ക്ലീൻ ഷേവ് ഗ്ലാമറിൽ നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ താടി വളർത്തി മുടി വളർത്തി ഒരു സന്യാസിയുടെ ലുക്കിലാണ്. ഒരു ഭിക്ഷുവിനെ പോലെ ഭാര്യയുടെ കൈപിടിച്ച് ലോകമാകെ സഞ്ചരിക്കുകയാണ്. മുറിവുകൾ ഉണങ്ങുമ്പോൾ എന്ന ആത്മകഥയുടെ അവസാനത്തെ അധ്യായത്തിന് ആത്മനിർവൃതിയിലേക്ക് എന്ന് പേരിട്ടാണ് ഡോക്ടർ എൻ മുരളി എഴുതി നിർത്തിയത്. മരണത്തിന്റെ ഗുഹാമുഖത്ത് നിന്ന് 2 തവണ അത്ഭുതകരമായി ജീവിതം വീണ്ടെടുത്ത ഡോക്ടർ എൻ മുരളി ആത്മനിർവൃതിയുടെ ആനന്ദ നിമിഷങ്ങളിൽ തന്നെയാണ്. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ, ഈജിപ്ത്, ഇസ്രയേൽ, പാലസ്തീൻ, ടർക്കി, ഗ്രീസ്, കാനഡ, ന്യൂസിലാൻഡ്, ചൈന, റഷ്യ, മാലി, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി 100ഓളം രാജ്യങ്ങൾ ഭാര്യ ഗീതയും ഒന്നിച്ച് സന്ദർശിച്ചു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും പോയി. പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി. കാശിയിലും മൂകാംബികയിലും മഹാകലേശ്വറിലും ഗജരാവോയിലും പോയി. കുടജാദ്രി കുന്നുകയറി. കാശിയിൽ പോയാൽ ജീവിതത്തിലെ എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന വിശ്വാസമുണ്ട്. അങ്ങനെ 5 വർഷം മുമ്പുള്ള കാശി യാത്രയ്ക്ക് ശേഷമാണ് മുടിയും താടിയും മുറിക്കുന്നത് ഡോക്ടർ എൻ മുരളി ഉപേക്ഷിച്ചത്. കാശിയിൽ വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരാൾ വന്നിട്ട് സന്യാസി പോലെ ഒരാൾ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കഴുത്തിൽ ഓരോ രുദ്രാക്ഷമാല ഇട്ടു. അപ്പോൾ എന്തിനാന്ന് എനിക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും തോന്നിയില്ല. ഒരു രുദ്രാക്ഷമാല രണ്ടുപേരുടെയും കഴുത്തിൽ കൊണ്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. തിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു മാല കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അത് കഴിഞ്ഞപ്പോഴാണ് രുദ്രാക്ഷമാലയാണെന്നും അത് കഴിഞ്ഞ് മുറി വന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇതെന്തോ ഒരു നിമിത്തമായിട്ട് വന്നതായിരിക്കാം. ചിലപ്പോൾ ദൈവം തോന്നിച്ചതായിരിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാശി പോയ 2-3 കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്നും പറയണമെന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതൊന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ എന്തായാലും അന്ന് തൊട്ട് ഞാൻ പിന്നെ ഷേവ് ചെയ്തിട്ടില്ല. അന്ന് തൊട്ടാണ് എൻ്റെ ഈ രൂപം മാറിയത്. അടുത്ത കാലം വരെയും സമാധാനമായി ഒന്നിരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ തിരക്കായിരുന്നു. പാതിരാത്രി വരെ നീളുന്ന പരിശോധനകളും ശസ്ത്രക്രിയകളും. ഇതിനിടയിൽ സ്വസ്ഥമായെന്ന് മിണ്ടിപ്പറയാൻ പോലും ഇരുവർക്കും കാര്യമായി സമയം ലഭിച്ചിട്ടില്ല. കിട്ടുന്ന ചെറിയ ഇടവേളകളിൽ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളെക്കുറിച്ചുള്ള മോഹന ചിത്രങ്ങൾ മുരളി ഡോക്ടറുടെ മനസ്സിൽ നിറച്ചുവെച്ചു. പക്ഷേ ഒറ്റപ്പെട്ട വിദേശയാത്രകൾ അത്രമാത്രമേ കഴിഞ്ഞുള്ളൂ. ദേ ഇപ്പോൾ കഥകളിലൂടെയും നോവലുകളിലൂടെയും മനസ്സിൽ പടർന്ന നാടുകളിലേക്ക് ഒരു ദേശാടന പക്ഷിയെപ്പോലെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം. യാത്രകൾക്കിടയിൽ ഇരുവരും മാത്രമായിരുന്ന് മിണ്ടിപ്പറയുകയാണ്. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. പാവങ്ങൾക്ക് വണ്ടിക്കൂലി ഇപ്പോഴും മുടക്കമില്ല. കൊട്ടാരക്കര താമരക്കുടി നീലമന ഇല്ലത്ത് KSRTC ജീവനക്കാരനായിരുന്ന NS നാരായണൻ പോറ്റിയുടെയും ദ്രൗപദി അന്തർജനത്തിന്റെയും 2ാമത്തെ മകനായാണ് മുരളി ഡോക്ടറുടെ ജനനം. താമരക്കുടി സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ സർജറിയിൽ MS-ഉം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MN AMS-ഉം നേടി. 1779 ചീരങ്കാവ് ESI ആശുപത്രിയിലാണ് ആദ്യമായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. 2007 പത്തനംതിട്ട DMO ആയിരിക്കെ ശബരിമല സന്നിധാനത്ത് വെച്ച് വിരമിക്കാനായത് ജീവിതത്തിലെ മഹാസൗഭാഗ്യമായി ഡോക്ടർ എൻ മുരളി കാണുന്നു. അതിനുശേഷം വിവിധ ആശുപത്രികളിൽ കൺസൾട്ടന്റായും മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകനായും പ്രവർത്തിച്ചു. 10 വർഷം മുമ്പ് കൊട്ടാരക്കര മൈലത്ത് ഡോക്ടർ മുരളീസ് മെഡിക്കൽ സെന്റർ എന്ന പേരിൽ സ്വന്തമായി ആശുപത്രി തുടങ്ങി. ഇപ്പോൾ 75 വയസ്സ് പിന്നിട്ടു. ഡോക്ടർ മുരളീസ് മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ എൻ മുരളിയെ കാണാൻ ഇപ്പോഴും രോഗികളുടെ തിരക്കാണ്. കൊട്ടാരക്കരയിലെ വീടായ നീലമനയിലും താമരക്കുടിയിലെ വീടായ നീലമന മുരളി ഗീതത്തിലും മാറി മാറിയാണ് ഇപ്പോൾ താമസം. 2ഇടത്തും പ്രിയപ്പെട്ട പോറ്റി ഡോക്ടറെ കാണാൻ രോഗികളെത്തും. അവരിൽ പലരും പാവങ്ങളായിരിക്കും. പണ്ട് സർക്കാർ ആശുപത്രികളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തെ പോലെ ചിലർക്ക് വണ്ടിക്കൂലിക്കുള്ള പണവും പോറ്റി ഡോക്ടർ നൽകും. മക്കൾ നന്നായി പഠിച്ച് ഡോക്ടർമാരായി, നല്ല നർത്തകരായി. ഇളയ മകൾ പത്മിനി 2 തവണ സംസ്ഥാന സ്കൂൾ കലാതിലകവും 1 തവണ കേരള സർവകലാശാല കലാതിലകവുമായിരുന്നു. മൂത്ത മകൾ ദ്രൗപദി 2 തവണ കേരള സർവകലാശാല കലാതിലകമായിരുന്നു. ദേശീയ കലോത്സവത്തിലും സമ്മാനങ്ങൾ സ്വന്തമാക്കി. 2 മക്കൾക്കും നല്ല വിവാഹബന്ധം ലഭിച്ചു. കൊല്ലത്തെ പ്രമുഖ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയാണ് മൂത്ത മകൾ ഡോക്ടർ ദ്രൗപദിയുടെ ഭർത്താവ്. പ്രസിദ്ധ സർജനും വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇളയ മകൾ ഡോക്ടർ പത്മിനിയുടെ ഭർത്താവ്. മക്കൾ 2 പേരും ഡോക്ടർമാരാണെങ്കിലും നൃത്തം തപസ്സായി അനുഷ്ഠിക്കുകയാണ്. ഒരാൾ ഭരതനാട്യവും മറ്റേയാൾ കുച്ചിപ്പുടിയും. 2 പേരും ചേർന്ന നീലമന സിസ്റ്റേഴ്സ് എന്ന പേരിൽ നൃത്തസമന്വയം അവതരിപ്പിച്ചു വരികയാണ്. ഡ്രൈവർ പീതാംബരനെയും മുരളി ഡോക്ടർ തന്റെ കുടുംബത്തിന്റെ ഭാഗമായാണ് കാണുന്നത്.
വീട്ടിൽ സഹായികളായി ഉണ്ടായിരുന്ന ദമ്പതികളുടെ മകനാണ്. അവർക്കൊപ്പം 12-ാം വയസ്സിലാണ് പീതാംബരൻ മുരളി ഡോക്ടറുടെ വീട്ടിലെത്തിയത്. പിന്നീട് ഡ്രൈവറായി മാറി. പീതാംബരൻ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ മുരളി ഡോക്ടർ ചെയ്യില്ല. അത്രയ്ക്ക് വിശ്വാസവും ഇഷ്ടവുമാണ്. ജനകീയനായ പോറ്റി ഡോക്ടർ കുട്ടിക്കാലത്ത് 1953 കുളത്തിൽ വീണു. അന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ തിരിച്ചുപിടിച്ചത്. അങ്ങനെ ജീവൻ രക്ഷിച്ച ആശുപത്രിയിൽ 16 വർഷം സർജനായി പിന്നീട് സൂപ്രണ്ടായി ജോലി ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മറ്റൊരു സൗഭാഗ്യമായി അദ്ദേഹം കാണുന്നു. അന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കാര്യമായ സൗകര്യങ്ങളൊന്നുമില്ല. 5 ഡോക്ടർമാരേ ഉള്ളൂ. ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലുമൊന്നും മുരളി ഡോക്ടർക്ക് പോസ്റ്റിംഗ് ലഭിച്ചിട്ടില്ല. ജോലി മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലുമൊക്കെയായിരുന്നു. ആദ്യകാലം മുതലേ അദ്ദേഹത്തെ പോറ്റി ഡോക്ടർ എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. സാർ എന്ന് വിളിക്കുന്നതിനേക്കാൾ പോറ്റി ഡോക്ടർ എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. 1.5 ലക്ഷം ശസ്ത്രക്രിയകൾ പിന്നിട്ട കാലത്തിനിടയിൽ 1.5 ലക്ഷം ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ NN മുരളി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ 90% പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലുമായിരുന്നു. ഒരു ദിവസം 32 ശസ്ത്രക്രിയകൾ വരെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് മെഴുകുതിരിയുടെയും മണ്ണെണ്ണ വിളക്കിന്റെയും വെളിച്ചത്തിലായിരുന്നു ശസ്ത്രക്രിയകൾ. 1.5 ലക്ഷം ശസ്ത്രക്രിയകൾ നടത്തിയതിനേക്കാൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിലാണ് ചാരിതാർത്ഥ്യം. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ജീവൻ പോലും നഷ്ടമായിട്ടില്ല. ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച ചീരങ്കാവ് ESSI ഡിസ്പെൻസറിയിൽ വെച്ചാണ് ശസ്ത്രക്രിയ തുടങ്ങിവെച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഗർഭപാത്രത്തിന് പുറത്ത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ അമ്മയുടെ ജീവൻ അപകടത്തിലാക്കാതെ അത്ഭുതകരമായി മുരളി ഡോക്ടർ പുറത്തെടുത്തു. അതിനു മുൻപ് സമാനമായ ശസ്ത്രക്രിയ ലോകത്ത് 5 തവണ മാത്രമേ വിജയകരമായി നടന്നിട്ടുള്ളായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അടക്കം ജോലി ചെയ്ത സ്ഥാപനങ്ങളുടെ എല്ലാം വികസനത്തിന് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ചികിത്സിച്ചതെല്ലാം പാവങ്ങളെയാണ്. സ്പെഷ്യലിസ്റ്റുകൾ അധികമില്ലാത്ത കാലമാണ്. എല്ലാ കേസും നോക്കും, ആരെയും കൈവിടില്ല. ഹൃദയസ്തംഭനം വന്നാലും പ്രസവത്തിനും തലവേദനയ്ക്കും സ്ട്രോക്കിനും ചികിത്സിക്കുന്നത് മുരളി ഡോക്ടറാണ്. അങ്ങനെയാണ് ജനകീയനായ പോറ്റി ഡോക്ടർ എന്ന പേര് ലഭിച്ചത്. 1.5 ലക്ഷം ശസ്ത്രക്രിയകൾ നടത്തിയത് റെക്കോർഡായിരിക്കുമെന്നും അത് അടയാളപ്പെടുത്താൻ ശ്രമിക്കണമെന്നും ഉപദേശിച്ചത് ഭാര്യ ഗീതയാണ്. ദീർഘമായ അനുഭവങ്ങൾ ആത്മകഥയാക്കണമെന്ന ഭാര്യയുടെ ഉപദേശത്തിലാണ് ഡോക്ടർ NN മുരളിയുടെ മുറിവുകൾ ഉണങ്ങുമ്പോൾ എന്ന ആത്മകഥ പിറന്നത്. നല്ല പാതിയുടെ ഉപദേശപ്രകാരം തയ്യാറാക്കിയ ആത്മകഥയുടെ 2ാം ഭാഗം വൈകാതെ പ്രകാശനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. കൊട്ടാരക്കര മഹാഗണപതിയാണ് കരുത്ത്. തന്റെ കരുത്ത് കൊട്ടാരക്കര മഹാഗണപതി എന്നാണ് ഡോക്ടർ NN മുരളിയുടെ വിശ്വാസം. ശസ്ത്രക്രിയകൾക്കിടയിൽ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ മഹാഗണപതിക്ക് അടുത്തേക്ക് ആശുപത്രിയിൽ നിന്നും പാഞ്ഞുപോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഹാഗണപതി ഒരിക്കൽ പോലും അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. വീട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി വലം വെച്ച് പ്രാർത്ഥിക്കും. കാരുണ്യത്തിന്റെ ആൾരൂപം. ലക്ഷക്കണക്കിന് പാവങ്ങളാണ് ഡോക്ടർ NN മുരളി എന്ന മനുഷ്യസ്നേഹിയുടെ തലോടലേറ്റിട്ടുള്ളത്. 2014 ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണറായിരിക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. ലയൺസ് ക്ലബിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4 പതിറ്റാണ്ട് പിന്നിടുന്നു. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ സമ്മാനിച്ചതും 4 ആളിന് മുന്നിൽ സംസാരിക്കാനുള്ള കരുത്ത് തനിക്ക് നൽകിയതും ലയൺസ് ഇന്റർനാഷണൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സേവാഭാരതിയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് ആഹാരത്തിനും ചികിത്സയ്ക്കുമൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോഴാണ് ഡോക്ടർ NN മുരളിയുടെ ജനകീയത തിരിച്ചറിയപ്പെട്ടത്. രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത എല്ലാവരും അന്ന് അത്ഭുതത്തോടെയാണ് കണ്ടത്. അന്ന് R ബാലകൃഷ്ണപിള്ള ഡോക്ടർ NN മുരളിയെ വിളിപ്പിച്ച് നിങ്ങളാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ടതെന്ന് പറയുകയായിരുന്നു. മൂത്ത മരുമകൻ ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കിഡ്നി രോഗമുള്ള പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്കായി സേവ് കിഡ്നി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. ഇളയ മരുമകൻ കൃഷ്ണൻ നമ്പൂതിരിയും ഈ പ്രസ്ഥാനത്തെ സാമ്പത്തികമായി സഹായിക്കുന്നു. മക്കളായ പത്മിനിക്കും ദ്രൗപദിക്കും നൃത്തപരിപാടികളിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗവും സേവ് കിഡ്നി ഫൗണ്ടേഷന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. ദൈവത്തിന്റെ വിരൽ സ്പർശം. വേദനിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളിൽ മുരളി ഡോക്ടർ ദൈവത്തിന്റെ വിരൽ സ്പർശവുമായി എത്തിയിട്ടുണ്ട്. 7 വർഷം മുമ്പ് പുലർച്ചെ ഭാര്യയ്ക്കൊപ്പം വീട്ടിൽ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തളർന്നു വീണു. അന്ന് മകൾ പത്മിനിയും ഭർത്താവ് കൃഷ്ണൻ നമ്പൂതിരിയും വീട്ടിലുണ്ടായിരുന്നു. അവർ പരിശോധിച്ചപ്പോൾ പൾസും BP-യും നിലച്ചിരുന്നു. ഹൃദയസ്തംഭനമാണെന്ന് ഉറപ്പായി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആശുപത്രികളിൽ പ്രധാനപ്പെട്ട സ്പെഷ്യലിസ്റ്റുകളൊന്നുമില്ല. കൊട്ടാരക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ ഒരു യുവ ഡോക്ടറാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. മുരളി ഡോക്ടർ ജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ച ആയിരങ്ങളുടെ പ്രാർത്ഥന ആ യുവ ഡോക്ടറിൽ ദൈവത്തിന്റെ വിരൽ സ്പർശമായി പടർന്നു. അത്ഭുതകരമായി BP-യും പൾസും വീണ്ടെടുത്തു. അതിനുശേഷം മറ്റു ചില ആശുപത്രികളിലെ വിദഗ്ധ ചികിത്സയിലൂടെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തു.